ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള പലതരം ഡെസേർട്ടാണ്. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 ലിറ്റർ പാൽ വെച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി. 1 പാക്കറ്റ് പാലും ബാക്കിയൊക്കെ നേരെ പകുതിയും എടുത്താൽ മതി. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വടിച്ചിട്ടാണ്, അല്ലാതെ സ്പൂൺ നിറച്ചിട്ടല്ല. ഓരോ ടേബിൾ സ്പൂൺ എടുക്കുമ്പോഴും വടിച്ചിട്ട് തന്നെ എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നിന്ന് തന്നെ. അപ്പോൾ വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും പാലും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കസ്റ്റാർഡ് പൗഡർ ആ പാലിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നിറച്ച് പഞ്ചസാരനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മധുരം ഒരിച്ചിരി കുറയും. 1/2 കപ്പ് വടിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മധുരം വേണോ, പാകത്തിനുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പാല് തിള വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ തവിയിട്ടിട്ടൊക്കെ ഇളക്കി കൊടുക്കല്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരം അങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതില്ല. ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ കുറേ നേരം ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിള വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ടെങ്കിലും നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ. കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് സാഫ്രോൺ, കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. ഒരിച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് ഇതിനേക്കാളും കുറച്ച് തിക്കാകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൂട്ട്സൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, പാകത്തിനുള്ള പരുവം തന്നെയാണിത്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചൊന്ന് തിക്കാകും. നല്ല പാകത്തിനുള്ള പരുവമാണ് ഈ ഒരു 1 ലിറ്റർ പാലിന് 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൊടി. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. 2 ടേബിൾ സ്പൂണോളം പിസ്ത പൊടിച്ചത്, 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് നല്ലോണം ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ക്രഷ് ചെയ്തത് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കൂടുതലാണ്. പിസ്ത പൊടിച്ചതൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ആപ്പിൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 2 ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 പാക്കറ്റ് പാലാണ് എടുക്കുന്നതെങ്കിൽ 1 ആപ്പിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരെ പകുതിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കസ്റ്റാർഡാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ വേറെ ഫ്രൂട്ട്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കസ്റ്റാർഡാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഫലൂദയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും 1 ലിറ്റർ പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാല് തിള വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പഞ്ചസാര ഞാൻ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര. ഇതിലേക്കുള്ള പഞ്ചസാരയുടെ ഏകദേശം മധുരത്തിനുള്ള അളവെന്ന് പറയുന്നത് 3/4 കപ്പ് പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് പഞ്ചസാര ചേർത്തില്ല എന്നുണ്ടെങ്കിൽ മധുരം നല്ലോണം കുറയും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 3/4 കപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിള വരുമ്പോൾ നമുക്കിതിലോട്ട്
കസ്റ്റർഡ് കലക്കിയ പാലാണ് കേട്ടോ. ഇത് 4 ടേബിൾ സ്പൂൺ വടിച്ചിട്ട് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് കുറച്ച് വെള്ളത്തിൽ കുറച്ച് പാലിൽ അരക്കപ്പ് പാലിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കൂട്ടാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റർഡ് കലക്കിയ ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൊടി കലക്കിയത് അപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാട്ടോ. 4 ടേബിൾ സ്പൂൺ വടിച്ചിട്ട് തന്നെയാണ് ഇതിലോട്ടും ചേർത്ത് കൊടുത്തിട്ടുള്ള. ഇനി ഇത് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് അടുക്കി പിടിക്കും ഈ ഒരു കസ്റ്റർഡ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. തണുപ്പിച്ചെടുക്കണം ആദ്യം, എന്നിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നതല്ല, ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇത് മാറ്റി വെച്ചിട്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/4 കപ്പ് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. നമുക്ക് പിന്നീട് ഇത് വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള വേവ് എന്ന രീതിയിൽ സേമിയ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. നമ്മൾ സാധാ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സേമിയ തന്നെയാണ്. അപ്പോൾ പാകത്തിന് ആ ഒരു രീതിയിൽ തന്നെ വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സേമിയ ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റിക്കളയുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതിലോട്ട് സാധാ തണുത്ത വെള്ളം, നോർമൽ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം ഊറ്റിക്കളയുക. 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വെള്ളം ഊറ്റിക്കളയുക, വീണ്ടും വെള്ളം ചേർക്കുക, വീണ്ടും ഊറ്റിക്കളയുക എന്ന രീതിയിൽ 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ സേമിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നോക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സേമിയ ഞാൻ നേരെ ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്ത ഫ്ലേവറിലുള്ള ഒരു കളറുണ്ടല്ലോ, പിസ്ത എസൻസ്, അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ഡ്രോപ്പൊക്കെ മതിയാകും. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനലാണ്, ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പകുതി ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. പകുതി സേമിയ പ്ലെയിനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് കസ്കസാണ്. 3 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഒരു 1/4 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെക്കുക. പിന്നെ ഇതിലോട്ടും ആപ്പിൾ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേറെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആപ്പിൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും പിസ്തയും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ എടുത്തിട്ടുണ്ട്. പിസ്തയും അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ ബദാമും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ ആദ്യം ഒരു ഡ്രോപ്പ് പിസ്ത കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ആപ്പിൾ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു കളറിലുള്ള സേമിയ വേവിച്ചത് ഈ ഒരു ലെയർ ഇങ്ങനെ ഫുള്ള് കവറാകുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ലെയർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇനി കസ്റ്റർഡ് മിൽക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. തണുപ്പിച്ച കസ്റ്റർഡ് മിൽക്കാണ്. വീണ്ടും നമ്മൾ കളറൊന്നും ചേർക്കാതെ ഈ ഒരു വെള്ള കളറിലുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് കുതിർത്ത് വെച്ച കസ്റ്റർഡ് ഇതുപോലെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ കാണുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ആപ്പിൾ ഈ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ലെയർ ചെയ്യുക. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ. നമ്മളിനി ഇതിലോട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ സേമിയ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട്, സേമിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് കവറാകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് ഡ്രിങ്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ
നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ താഴെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഏറ്റവും മുകളിൽ ഈ ഒരു കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ഞാൻ സ്കൂപ്പ് ചെയ്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനലാണ്. അപ്പോൾ എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരിച്ചിരി ഈ ഒരു ഇതുപോലെ പിസ്ത ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഈ ഒരു പിസ്ത ഫ്ലേവർ അങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ഐസ്ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ക്രഷ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സെർവ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഗ്ലാസ് സെർവ് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഗ്ലാസ്സൊക്കെ മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫലൂദയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഈ ഒരു എല്ലാത്തിനും ഞാൻ ഈ ഒരു സെയിം കസ്റ്റാർഡ് പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, വനില ഫ്ലേവറിലുള്ളത്. അപ്പോൾ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയാണ് കേട്ടോ വേണ്ടത്. 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് പാലാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ 3/4 കപ്പ് പാൽ ഇതിലോട്ടിന് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നമ്മൾ കസ്റ്റാർഡ് പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 3/4 കപ്പ് പാലും ഇതിലോട്ടിന് മധുരത്തിനുള്ള പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിള വരുമ്പോൾ നമുക്കിതിലോട്ട് കസ്റ്റാർഡ് കലക്കിയിട്ടുള്ള ഈ ഒരു മിൽക്കും കൂടെ ചേർത്തിട്ട് തിള വരുമ്പോൾ വീണ്ടും തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും തിളക്കുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 2 തരം പുഡിങ്ങും അതുപോലെ കസ്റ്റാർഡ് മാംഗോ പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ, ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങും അതുപോലെ പായസം ഒക്കെയാണ്. ഇതിപ്പോൾ നന്നായി തിളച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മളുണ്ടാക്കിയ കസ്റ്റർഡാണ്. അപ്പോൾ ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരളവിൽ. ഈ ഒരു പാലും തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് തന്നെയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാലൊക്കെ ചേർക്കുമ്പോൾ മധുരം നേരത്തെ ഇട്ട പഞ്ചസാര പോരാ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരനെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ പരുവത്തിനുള്ള ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ആപ്പിൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത്. പിന്നെ വേണ്ടത് ഇതിലോട്ട് സേമിയ, വേവിച്ചെടുത്തിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തത്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിസ്തയും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഇതും സെയിം ആ ഒരു അളവിൽ തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ്, ഇതും ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇതൊക്കെ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആപ്പിളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ കസ്റ്റർഡ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ കാണിക്കാത്ത 3 ഡെസേർട്ടും കൂടെ, 2 പുഡിങ്ങും 1 പായസം, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതും കൂടി നോക്കിക്കോളൂ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്